ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസ്സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്ന് ഈ ഫലങ്ങൾ, ഗോചര ഫലങ്ങളെല്ലാം തന്നെ ഗ്രിഗറിയൻ കലണ്ടർ സിസ്റ്റം പ്രകാരം ചിന്തിച്ച് തുടങ്ങി. കാരണം നാം ഏവരും ഇപ്പം നമ്മുടെ ബ്രെയിനൊക്കെ ഇപ്പം നമ്മുടെ GMT ഒക്കെ ലണ്ടൻ ബേസ്ഡ്, UK ബേസ്ഡ് സിസ്റ്റത്തിൽ നടക്കുകയാണ്. അപ്പോൾ പഞ്ചാംഗം എന്ന് പറയുന്നത് നമ്മുടെ മുതൽക്കുള്ള ഒരു കൊല്ലത്തെ ഫലങ്ങൾ പഞ്ചാംഗത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്ലോ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും 2024, 2025, 26 എന്നിങ്ങനെ ആ വർഷം ഇംഗ്ലീഷ് വർഷത്തിലേക്ക് കടന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. അതിൽ തെറ്റൊന്നുമില്ല, ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തേ ഉള്ളൂ. കാലഘട്ടം, അതിൽ ഒരു ഫലം അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഗോചര ഫലങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. പ്രായേണ 2024 പ്രധാനമായിട്ടും വ്യാഴമാറ്റമുണ്ട്, ശനിക്ക് മാറ്റമില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് ഗോചരഫലത്തിന് ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലാം ഉണ്ട്, ചന്ദ്രൻ സൂര്യനും എല്ലാം ഉൾപ്പെടും ഗോചരത്തിൽ. പ്രധാനമായും മുഖ്യമായും നാം കൽപ്പിക്കപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ രാഹുകേതുക്കളൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം രാഹുകേതുക്കളൊക്കെ 1.5 കൊല്ലം കൊണ്ടാണ് രാശി മാറുന്നത് തന്നെ. ആദ്യമായി മേടക്കൂറുകാർ. അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രം. ഇവർക്ക് എങ്ങനെയാണ് പൊതുവെ അവരവരുടെ കർമ്മരംഗത്തെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുക. അവരവരുടെ കർമ്മരംഗം, എസ്പെഷ്യലി ഇന്ന കർമ്മരംഗത്തുള്ളവർ അങ്ങനെയൊന്നുമില്ലല്ലോ. അവരവർ ചെയ്യുന്ന തൊഴിലിൽ എങ്ങനെയാണ്, അപ്പോൾ അവരവർ ചെയ്യുന്ന തൊഴിലിൽ നേട്ടമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഫലമാണ്. മേടക്കൂറുകാർ സമാധാനമായിട്ട് ഇത്രയും കാലം നടക്കാതിരുന്ന കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യം പറഞ്ഞ കാര്യം ഓർത്ത് വെക്കുക. അവരവരുടെ ജാതകമുണ്ട്, ഗ്രഹനിലയുണ്ട്, ദശയുണ്ട്, അപഹാരമുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ മാറും. എന്നിരുന്നാലും പൊതുവെ മേടക്കൂറുകാർക്ക് നേട്ടങ്ങളുടെ വർഷമാണ്. ശനി ലാഭസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. കർമ്മരംഗത്ത് നേട്ടമുണ്ടാകും. ഇനി അതിൽ ഓരോന്നായിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് പോകേണ്ട കാര്യമില്ല. നേട്ടം എന്നുള്ളതിനെ മനസ്സിൽ വിചാരിക്കുക. ഇതിലെടുത്തു പറയുവാനുള്ളത് 365 ദിവസവും നേട്ടമുണ്ടാവില്ല. ആദ്യം പറഞ്ഞതുപോലെ ഓരോ ഗ്രഹത്തിന് അതിൻ്റെ ഫലത്തിൽ വേദസ്ഥാനത്ത് പ്രതീപവേദം എന്നിങ്ങനെ വേദം പ്രതീപവേദം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ദോഷഫലം വന്നിരിക്കും. അതിനെ എങ്ങനെ നമുക്ക് നേരിടാം എന്നുള്ളതാണ് ഇനിയുള്ള ചിന്ത. മേടക്കൂറുകാർ ദോഷപരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഭദ്രകാളിയെ ഭജിക്കുക, നാഗരാജാവിനെ ഭജിക്കുക. ഞാൻ ഡീറ്റെയിലായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഭദ്രകാളി ഭജനം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സ്വയം ചിന്തിക്കുക. ഭദ്രകാളിയുടെ അഷ്ടോത്തരം ജപിക്കാം, 1 രൂപ ചിലവില്ല. അതിന് രാവിലെ 6 മണിക്ക് ചെയ്യണോ, രാത്രി 12 മണിക്ക് ചെയ്യണോ ചോദിക്കരുത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം നൽകുവാനുള്ള പ്രവണത പലരിലും നിറഞ്ഞു നിൽക്കും. അങ്ങനെ പോയിട്ട് ഇത് ഇങ്ങനെ ക്രോഡീകരിച്ച് ഇന്നത്തെ ജപം 6-നും 7-നുമേ ജപിക്കാവൂ എന്നുള്ള ചിന്ത 10 കൊല്ലം കഴിയുമ്പോൾ വരും. അപ്പോൾ നാമങ്ങൾ ജപിച്ചോളൂ, തെറ്റില്ല. ശ്ലോകമാണ് ഭദ്രകാളി അഷ്ടോത്തരം. മൂലമന്ത്രം ജപിക്കണം എന്നുണ്ടെങ്കിൽ ഉപദേശം വാങ്ങിക്കുക. ആചാര്യൻ്റെ സമീപത്ത് നിന്നും മൂലമന്ത്രം ഉപദേശം വാങ്ങിച്ചിട്ട് അത് ജപിക്കുക. ഭദ്രകാളിക്ക് ചൊവ്വ വെള്ളി പ്രധാനമാണ്. ഇതേവർക്കും അറിയാവുന്ന കാര്യമാണ്. നെയ്വിളക്ക് തെളിയിക്കാം. അതുപോലെ തന്നെ നാഗരാജാവിനെ ഭജിക്കുക, നാഗരാജാവിൻ്റെ അഷ്ടോത്തരം, രാഹുവിൻ്റെ ശ്ലോകങ്ങളൊക്കെ ജപിക്കുക, സർപ്പസൂക്തങ്ങൾ ജപിക്കാം എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ അവരവരുടെ ഇഷ്ടമാണ്. ഞായറാഴ്ച പ്രധാനമായിട്ട് ഒരു സിസ്റ്റം, ഒരു ഹാബിറ്റ് ഫോം ചെയ്യാം. എല്ലാ ഞായറാഴ്ചയും നാഗരാജ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ഒരു 10-20 മിനിറ്റ് സമയം പ്രദക്ഷിണം വെക്കുന്നു. എത്ര എണ്ണം എന്ന് ചോദിക്കരുത്, 20 മിനിറ്റ് മോർണിംഗ് വാക്ക് അവിടെ ആക്കാമല്ലോ. നമുക്ക് നടത്തം അങ്ങനെ കുറേ പ്രദക്ഷിണം വെക്കുന്നു. മനസ്സിന് തൃപ്തിയാവോളം പ്രദക്ഷിണം വെക്കാം. നല്ലവണ്ണം പ്രാർത്ഥിക്കുക. മനസ്സിന് നല്ലൊരു ആശ്വാസം ലഭിക്കും, മനസ്സിന് സന്തോഷം ലഭിക്കും.
ഇത് അവരവരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് അത് ഉൾപ്പെടുത്തി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി ഇടവക്കൂറുകാർ. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകയിരം. ഇടവക്കൂറുകാർക്ക് സാമാന്യേന ദോഷകാലഘട്ടമാണ്. കുറച്ച് ദോഷമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്തിലേക്ക് കൽപ്പിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളാണ്. പൊതുവേ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഏവരും കേട്ട് കാണും. ധനനഷ്ടം, മാനഹാനി എന്നൊക്കെ പറഞ്ഞു കാണും. അത് ജ്യോതിഷത്തിൻ്റെ കോമൺ ലാംഗ്വേജാണ്. അപ്പോൾ തടസ്സം, അത് ഒരു കാര്യത്തിന്, ചെറിയൊരു കാര്യം നേടുവാനായിട്ട് അല്ലെങ്കിൽ സാധിപ്പിക്കുവാനായിട്ട് കുറേ സമയം എടുക്കുക. ഈ ഒരു ഒറ്റ കാര്യം മനസ്സിൽ വിചാരിക്കുക. ഇന്ന് നടക്കേണ്ട കാര്യം 5 മാസം ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസമാവും, 7 മാസമാകാം എന്നിങ്ങനെയുള്ള ഒരു ലാഗാണ്. അപ്പോൾ ഈ ലാഗിനെ എങ്ങനെ നമുക്ക് ആ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതാണ് ബുദ്ധി. വ്യസനേഷു ബുദ്ധിർധനം. ഒരു മനുഷ്യന് ദുഃഖം ഉണ്ടാകുമ്പം ആ ദുഃഖത്തെ അതിജീവിക്കാൻ പറ്റിയ ധനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയാണ്. ബുദ്ധി പറഞ്ഞു തരും, ഇപ്പം ദുഃഖിക്കില്ലടാ, അടുത്തത് നിനക്ക് നല്ല സമയം വരാൻ പോകുന്നു എന്നുള്ളത്. വ്യസനേഷു ബുദ്ധിർധനം. അപ്പോൾ ഇടവക്കൂറുകാർക്ക് എന്ത് ചെയ്താലാണ് നന്നാവുക എന്നുള്ളതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. സത്കർമ്മം ചെയ്ത് ദുഷ്കർമ്മഫലം ലഭിക്കുന്നത് പോലെയുള്ള ഒരു തോന്നലുണ്ടാവാം. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണല്ലോ, എനിക്ക് തിരിച്ച് പാരയായിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതാണ്. അവരവരുടെ കർമ്മരംഗത്ത് ചിന്തിച്ചാൽ മാത്രം മതി. തടസ്സം അല്ലെങ്കിൽ ഒരു ലാഗ് ഉണ്ടാകുക. അതിനെ ബ്രിഡ്ജ് ചെയ്യുവാനായിട്ട് എന്ത് ചെയ്യണം? 1 രൂപ ചിലവില്ലാത്ത പരിഹാരമാണ് പറയാൻ പോകുന്നത്. നിത്യം വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിഷ്ണുവാണ് ദേവത. പിന്നെ നരസിംഹമൂർത്തി ക്ഷിപ്രപ്രസാദിയാണ്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണം എന്നുണ്ടെങ്കിൽ നരസിംഹമൂർത്തിയെ ഭജിക്കുക. ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ പ്രധാനമായിട്ട് നരസിംഹമൂർത്തിക്ക് പാനകമാണ് നിവേദ്യം. വിളക്ക് തെളിയിക്കാം, നെയ്വിളക്ക് തെളിയിക്കാം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം. ഏവർക്കും അറിയാം ആ 2 വരി ശ്ലോകം കുറേ പ്രാവശ്യം ജപിക്കുക. അടുത്ത ഫലത്തിലേക്ക് പോവാം. മിഥുനക്കൂറുകാർ പ്രായണ വ്യാഴം 12-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടമുണ്ട്. 9-ൽ ശനിയൊക്കെ ഉണ്ട്. കർമ്മസ്ഥാനത്ത് രാഹുവുണ്ട്. ഗുണദോഷ സമ്മിശ്രമാണ്. ദോഷഫലം മാത്രമാണെന്ന് പറഞ്ഞുകൂടാ, ഗുണവുമുണ്ട്. അപ്പോൾ ഇവിടെ ദോഷഫലത്തെ അതിജീവിക്കുന്നതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്. ദോഷഫലത്തെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം? ഈ ദോഷഫലം പ്രധാനമായും നമുക്ക് ആരോപണം ചെയ്യാൻ പറ്റുന്നത് ധനനഷ്ടമാണ്. നല്ല ഒരു ചിലവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിപൂർവ്വം മിഥുനക്കൂറുകാർ വസ്തുവിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കയ്യിൽ നിന്ന് അങ്ങ് ലിക്വിഡ് ക്യാഷൊക്കെ അങ്ങോട്ട് പൊക്കോട്ടെ. വീട് വെക്കാൻ പറ്റിയ സമയമാണ്. വീടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. ധനനഷ്ടം, ഈ ധനം എന്ന് പറയുമ്പോൾ വീണ്ടും പറയുകയാണ്, ഈ ലിക്വിഡ് ക്യാഷ് മാത്രമല്ല ധനം കേട്ടോ. അവരവർക്ക് ധനം വിദേശേഷു വിദ്യാധനം, വ്യസനേഷു ബുദ്ധിർധനം, പരലോകേ ധനം ധർമ്മം, ശീലം സർവത്ര വൈ ധനം. ഓരോ ആൾക്കും ഓരോ ധനമാണ്. അപ്പോൾ ധനനഷ്ടം എന്ന് പറയുന്നു. ആ ധനത്തോടൊപ്പം തന്നെ ഇപ്പം അവരവരുടെ ഈ എന്താ പറയുക, മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ്, നമ്മൾ നിത്യ ഉപയോഗ സാധനങ്ങൾ അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുക. സ്ഥാപനങ്ങൾ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ വർഷം കുറച്ച് ലാഗുണ്ട്. സമാധാനപൂർവ്വം നേരിട്ടാൽ നമുക്ക് സമാധാനം ലഭിക്കും. ഓരോ പ്രാവശ്യവും പോയി അധികാരികളോട് സംസാരിച്ച് അവർക്ക് ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് കരുതുന്നു. എല്ലാവരുടെ സിറ്റുവേഷനിലല്ല, എന്തായാലും ഒരു ലാഗുണ്ട്. അതിനെങ്ങനെ നമുക്ക് അതിജീവിക്കാമെന്ന് ചിന്തിക്കാം. മിഥുനക്കൂറുകാർ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം. ഇവിടെ 3 ദേവതകളെ പറഞ്ഞിട്ടുണ്ട്. അവനവൻ്റെ കഴിവിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് ആ ദേവതകളെ ഭജിക്കുക. ആരൊക്കെയാണ്? ശിവൻ, ശാസ്താവ്, വിഷ്ണു.
ശിവഭജനം, പഞ്ചാക്ഷരി മന്ത്രമുണ്ട്, 1 രൂപ ചിലവില്ല. ശനിയാഴ്ചകളിൽ, തിങ്കളാഴ്ചകളിൽ ഏവർക്കും അറിയാം. ഇതൊന്നും നമ്മളിനി വീണ്ടും വീണ്ടും പറഞ്ഞ് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന്, കാരണം ആൾക്കാർക്ക് ചേഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുതിയ കാര്യങ്ങളെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ശിവഭജനം, ശിവന് എന്താണ് ധാര കഴിപ്പിക്കുക, കൂളം കൊണ്ട് മൃത്യുഞ്ജയ അർച്ചന മുതലായവ ചെയ്യാം, അവരവരുടെ ഇഷ്ടമാണ്. ശാസ്ത്രഭജനം, ശാസ്താവിനെ ഭജിക്കുക, അത് നമുക്കിപ്പോൾ എന്താണ് ശനിയാഴ്ച ചെയ്യുക. അത് ശനിയാഴ്ചകളിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു. ഏവർക്കും അറിയാമല്ലോ, മന്ദശാസ്താധികം ദൈവം എന്ന് തന്നെയാണ്. അപ്പോൾ ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് 9-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. സ്വക്ഷേത്ര ബലവാനാണ്, പല രീതിക്കും ചിന്തിക്കണം. ശനിയുടെ വേദം, പ്രതീപവേദം ചിന്തിക്കണം. അതുപോലെ ഗുരുവിൻ്റെ വേദം, പ്രതീപവേദം ചിന്തിക്കണം. ഇതെല്ലാം ചിന്തിച്ചിട്ടാണ്, അധികം ഫലത്തിലേക്കൊന്നും കിടക്കുന്നില്ല. എന്ത് ചെയ്താലാണ് ദോഷഫലങ്ങളെ അതിജീവിക്കുക എന്നതാണ് ഇവിടുത്തെ വിഷയം. ശിവൻ ശാസ്താവ് പറഞ്ഞു, ഇനി വിഷ്ണു. മുമ്പ് പറഞ്ഞതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. മിഥുനക്കൂറുകാർ ഒരു കാര്യം, കൺസിസ്റ്റൻസി ഡെവലപ്പ് ചെയ്യണം. ഈ കൺസിസ്റ്റൻസി കുറയുന്ന കാലഘട്ടം കൂടിയാണ്. അപ്പോൾ കൂടുതൽ എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ടുള്ള ഒരു പ്രവണതയെ വളർത്തിയെടുക്കുക, ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കുക. സിമ്പിളാണ്, കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ശുഭമായിട്ട് പോകും ഈ വർഷം. ഇതൊരു മോട്ടിവേഷൻ സെഷൻ അല്ല, കാരണം ഈ 3 ദേവതകളെ പറഞ്ഞു തന്നിട്ടുണ്ട്. ശിവൻ, ശാസ്താവ്, വിഷ്ണു. നല്ലവണ്ണം ഭജിക്കുക, കാര്യം നടക്കും. കർക്കടകക്കൂറുകാർ, ലാഭേ പുത്രസ്ഥാനമാനാദിലാഭം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ശോഭനമായ വർഷമാണെന്ന് മനസ്സിലാക്കാം. അവരവരുടെ കർമ്മരംഗത്ത് ശോഭനമായ വർഷമാണ്, പ്രോഗ്രഷനാണ്, പ്രൊമോഷൻ ലഭിക്കും എന്നിങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരവർ ചെയ്യുന്ന തൊഴിൽ രംഗത്ത് ചിന്തിക്കുക. പ്രൊമോഷൻ ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പല സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുക, പ്രോഗ്രഷനാണ്, പൊതുവെ ശോഭനമായ വർഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഈ ദോഷഫലങ്ങളെ എങ്ങനെ അതിജീവിക്കാം? ദേവതകൾ ആരാണ്? ശിവൻ, ദുർഗ. മുമ്പ് ശിവൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അങ്ങ് ചിന്തിക്കുക, സാധിക്കുന്നതെല്ലാം ചെയ്യുക. ദുർഗയ്ക്ക് എന്തു ചെയ്യാം എന്നുള്ളതാണ്. ദുർഗാ അഷ്ടോത്തരം ജപിക്കാം, ദുർഗാ സൂക്തം ജപിക്കാം. വെള്ളിയാഴ്ചകളിൽ ദുർഗയ്ക്ക് നെയ്വിളക്ക് തെളിയിക്കാം. തെറ്റി തുളസി കൊണ്ട് അർച്ചന കഴിക്കുക. ഭക്തി ശ്രദ്ധാ പുരസരം. ഇതുവരെ മേടം, ഇടവം, മിഥുനം, കർക്കിടകം കഴിഞ്ഞു. ചിങ്ങൻ രാശിയിലേക്ക് കടക്കാം. ചിങ്ങൻ രാശിക്കാർക്ക് സന്താനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കർമ്മരംഗത്തുള്ള ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഒരു മാറ്റം എന്നുള്ള ഒരു കാര്യം ആദ്യ കാലഘട്ടങ്ങളിൽ ഭാഗ്യമാണ്. ഭാഗ്യമെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ സത്കർമ്മഫലത്തിൻ്റെ നല്ല ഫലങ്ങൾ, സത്കർമ്മം ചെയ്തതിൻ്റെ സത്കർമ്മ ഫലം അനുഭവിക്കും, നല്ല ഫലങ്ങളാണ്. പിന്നെ കുറച്ച് കാലഘട്ടമാണ്. അപ്പോൾ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ദോഷഫലങ്ങൾക്ക് പരിഹാരം എന്ത്? ചിങ്ങക്കൂറുകാർക്ക് കർമ്മണ്യർത്ഥസ്ഥാന പുത്രാദി പീഠാം എന്ന് പറഞ്ഞു. അപ്പോൾ കർമ്മരംഗത്തുള്ള ചേഞ്ചസ് പ്രതീക്ഷിക്കുക. മാറ്റത്തെ എന്താ പറയുക, നേരിടാൻ പാകത്തിന് മനസ്സിനെ ശക്തിപ്പെടുത്തുക. ദേവതകൾ ആരാണ്? ചിങ്ങക്കൂറുകാർ സുബ്രഹ്മണ്യനെയും നാഗരാജാവിനെയും ഭജിക്കുക. സിമ്പിളാണ്. അപ്പോൾ നാഗരാജാവിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നാഗരാജാവിൻ്റെ അഷ്ടോത്തരം ജപിക്കാം, സർപ്പസൂക്തം ജപിക്കാം. യുക്തം പോലെ ഞായറാഴ്ച പ്രധാനമാണ്. 100 പാലും കഴിപ്പിക്കാം. സാധിക്കുന്ന രീതിയിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. നടക്കി പോയി ഇരുന്ന് പ്രാർത്ഥിക്കുക, നല്ലവണ്ണം പ്രാർത്ഥിക്കുക. നാമജപമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്, ജപമാണ്. അത് വേണം ഇത് വേണം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞേക്കുന്നത്. സുബ്രഹ്മണ്യൻ ചൊവ്വാഴ്ച പ്രധാനമാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്ദീപം തെളിയിക്കുക. സുബ്രഹ്മണ്യ അഷ്ടോത്തരം നിത്യവും ജപിക്കുക. സുബ്രഹ്മണ്യ ശ്ലോകങ്ങളുണ്ട്, സ്വാമിനാഥ അഷ്ടകമുണ്ട്, സുബ്രഹ്മണ്യ ഭുജംഗമുണ്ട്, സുബ്രഹ്മണ്യ ത്രിശതിയുണ്ട്, സുബ്രഹ്മണ്യ സഹസ്രനാമമുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്.
അപ്പോൾ യുക്തം പോലെ അവരവർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിൽ സുബ്രഹ്മണ്യ ഭജനം തീർച്ചയായിട്ടും ഈ മാറ്റത്തിലുള്ള ദോഷഫലങ്ങളെ അതിജീവിക്കുവാൻ സഹായിക്കും. ഇനി നമുക്ക് കന്നിക്കൂറിലേക്ക് കടക്കാം. നല്ലൊരു മാറ്റം, നല്ല മാറ്റം, ശോഭനമായ മാറ്റം പ്രതീക്ഷിക്കാം. ഭാഗ്യേ ജീവേ സർവ്വസൗഭാഗ്യസിദ്ധ്യം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടാകും. കുറേ കാലമായിട്ട് ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാണ്, എനിക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. സന്താനം കുറേ കാലമായി വിവാഹം കഴിഞ്ഞിട്ട് സന്താനം ലഭിക്കുവാനുള്ള സകല സാധ്യതകളും ഉണ്ട്. സർവ്വ സൗഭാഗ്യസിദ്ധ്യം എന്ന് തന്നെ പറഞ്ഞു. അതിനെ കൂടുതൽ ഇനി പറഞ്ഞ് വഷളാക്കേണ്ട കാര്യമില്ല. കന്നിക്കൂറുകാർക്ക് ദോഷഫലങ്ങളെ അതിജീവിക്കുവാനായി ശ്രീകൃഷ്ണനെ ഭജിക്കുക, ശ്രീരാമനെ ഭജിക്കുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു വെടിക്ക് 2 പക്ഷികളാണ്. ഈ ഒരൊറ്റ മന്ത്രം മതി. ഈ മന്ത്രം നമുക്ക് നല്ല സമാധാനം ലഭിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാവിലെ ഒരു 10-15 മിനിറ്റ്, വൈകിട്ട് ഒരു 10-15 മിനിറ്റ് ജപിക്കുക. സദാ ജപിക്കാം. അപ്പോൾ യുക്തം പോലെ ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ശ്രീകൃഷ്ണന് വെണ്ണ നേദിക്കുക, ശ്രീരാമന് അവൽ നേദിക്കുക. യുക്തം പോലെ ചെയ്യാം. ബുധനാഴ്ച പ്രധാനം. അപ്പോൾ എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ, എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഭാഗ്യം എന്നതിനുള്ള നിർവചനമുണ്ട്, കർമ്മഫലമാണ്. നമുക്കേവർക്കും അറിയാം, ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം കർമ്മമാണ്. കർമ്മം കർമ്മഫലം, ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് മനസ്സിരുത്തി ഏവരും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാര്യകാരണ ബന്ധമില്ലാതെ ഒന്നും തന്നെ ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. പക്ഷെ നാം എല്ലാവരും ഈ ഭാഗ്യത്തിൻ്റെ പുറകെയാണ്. ലക്കി എന്നൊക്കെ പറയും, ഹീ ഈസ് ലക്കി, ഷീ ഈസ് അൺലക്കി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നാം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ശരി, കാര്യകാരണ ബന്ധമില്ലാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളത് നാം ഏവരും മനസ്സിലാക്കാം. അതിൽ കർമ്മം കർമ്മഫലം. ഈ കർമ്മം സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. ആ കർമ്മഫലത്തെ ജ്യോതിഷത്തിൽ ജാതകത്തിലൂടെ ഗ്രഹങ്ങൾ നമുക്ക് സൂചിപ്പിച്ച് തരുന്നു. ഇതാണ് അടിസ്ഥാനം. അപ്പോൾ ഈ അടിസ്ഥാനം എങ്ങനെ? പ്രാഗ്ജന്മാർജിത പുണ്യാഘ പ്രാബല്യോദ്രേകഹേതുതഃ പ്രാരബ്ധസജ്ഞി മനുഷ്യജാതോ ജാതകചിന്തനം. മനുഷ്യജാതിയിൽ, ഇവിടെ വേറെ ജാതിയൊന്നും ദയവ് ചെയ്ത് കൊണ്ടുവരരുത്, മനുഷ്യജാതിയിൽ അവനവൻ്റെ പ്രാരബ്ധ കർമ്മങ്ങളെ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ജാതകം. ഇതിലൂടെ എന്ത് മനസ്സിലായി? അവനവൻ്റെ കർമ്മത്തെ നാം ചിന്തിക്കുന്നു. എങ്ങനെ ചിന്തിക്കുന്നു? ഗ്രഹങ്ങളിലൂടെ. ഇനിയിപ്പോൾ ഗ്രഹങ്ങൾ എവിടെയാണ്? നമ്മുടെ ഗ്രഹനില ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവും. ഗ്രഹനിലയിൽ ജനിച്ച സമയത്തെ ആസ്പദമാക്കി ഗ്രഹനിലയിൽ എഴുതിയിട്ടുണ്ടാവും. അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പല പ്രമാണങ്ങളിലൂടെ ഫലത്തിലേക്ക് എത്തുന്നു. ഈ പ്രമാണം എന്ന് പറയുമ്പം ഇന്ന് പ്രമാണങ്ങളൊന്നും ആരും പറഞ്ഞ് കാണുന്നില്ല, വളരെ കുറവാണ്. അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രമാണ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമ്മൾ റെഫർ ചെയ്ത് പഠിച്ച്, ഗുരുമുഖത്ത് നിന്നും പഠിച്ച് മനസ്സിലാക്കി പിന്നെ അതിനെ ക്രോഡീകരിച്ചാണ് ഒരാളിലേക്ക് നാം ഫലത്തെ എത്തിക്കുന്നത്, ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത്. അടിസ്ഥാനമായിട്ട് കേരള ജ്യോതിഷം, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പരാശര ഹോരാശാസ്ത്രം, വരാഹമിഹിര ഹോരാശാസ്ത്രം, നമ്മളിന്ന് ബൃഹത് ജാതകം എന്ന് വിളിക്കുന്നു. പ്രശ്നാനുഷ്ഠാന പദ്ധതി, ഫലദീപിക, സാരാവലി, ജാതക പാരിജാതം, കുറേ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കമൻറ്ററീസ് ഉണ്ട്. പല ആചാര്യന്മാരും പല കാര്യങ്ങളും പ്രമാണങ്ങളിലൂടെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ എത്തിക്കുന്നതാണ് ഈ ഫലഭാഗം. ഈ ഫലഭാഗം പലപ്പോഴും നമുക്ക് കോൺട്രഡിക്റ്ററി ആയിട്ട് തോന്നാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഈ ഫലം എന്നുള്ളതിനെ ചുരുക്കി ഒരു കാര്യം പറയാം. ദൃഢബലം, അദൃഢബലം, ദൃഢാദൃഢബലം. ദൃഢഫലം എന്ന് പറയുന്നത്
ദൃഢമായിട്ട് മനസ്സിൽ ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. അത് നാം അനുഭവിച്ചേ മതിയാകൂ. ഏവർക്കും മനസ്സിലാവും. ദൃഢം, അദൃഢം, ദൃഢാദൃഢം എന്നിങ്ങനെ 3 തരത്തിൽ ഫലങ്ങൾ. അപ്പോൾ ഫലങ്ങളെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു ജാതകത്തിൽ ഒരു ഗ്രഹനിലയൊക്കെ നോക്കുന്നു, അതിൽ നിന്ന് നാം ദശ, അപഹാരം എന്നിവയിലൂടെ, പലതരം ദശയുണ്ട്, ഇന്ന് വിംശോത്തരി ദശാ സിസ്റ്റമൊക്കെ നോക്കിയിട്ട് ദൃഢബലത്തെ മനസ്സിലാക്കുന്നു. ഈ കാലഘട്ടം ഈ രാഹുദശ പ്രശ്നമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ദൃഢബലം അനുഭവിക്കുന്നത് കാലഘട്ടം. ഇനി അതിനിടയ്ക്ക് അദൃഢബലമുണ്ട്, ദൃഢാദൃഢബലമുണ്ട്. അപ്പോൾ അദൃഢബലത്തെ അഷ്ടവർഗം തു ഗോചരൈഹി എന്ന് പറഞ്ഞു. അഷ്ടവർഗം കൊണ്ടും ഗോചരം കൊണ്ടും നാം അദൃഢഫലത്തെ ചിന്തിക്കുന്നു. ദൃഢാദൃഢഫലം യോഗം കൊണ്ട് ചിന്തിക്കുന്നു. അപ്പോൾ ഒരു യോഗമുണ്ടെങ്കിൽ യോഗഭംഗമുണ്ട്. ഇതൊക്കെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ എന്ത് മനസ്സിലാക്കണം എന്നുള്ളത് ഈ 3 വിഷയങ്ങളാണ്: ദൃഢബലം, അദൃഢബലം, ദൃഢാദൃഢഫലം. അപ്പോൾ ഏവർക്കും അവരവരുടേതായ ഗ്രഹനിലയുണ്ട്, അതിനനുസരിച്ച് ദശയുണ്ട്. അപ്പോൾ ആ ദശയ്ക്ക് പ്രാമുഖ്യമുണ്ട്. അതാണ് ബേസ്. ഇപ്പോൾ രാഹുദശ നടക്കുന്ന കാലഘട്ടം, ഇല്ലെങ്കിൽ ഒരാൾക്ക് കേതുദശ നടക്കുന്നു, വ്യാഴത്തിൻ്റെ ദശ, ഗുരുവിൻ്റെ ദശ നടക്കുന്നു, അതിങ്ങനെ ദൃഢബലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലുള്ള മാറ്റങ്ങൾ, വേരിയേഷൻ എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗോചരഫലത്തിലൂടെ. അദൃഢബലങ്ങളെ, അദൃഢം ചിന്തിക്കുന്നത് ഗോചരമാണ്. ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ഫലങ്ങളെല്ലാം തന്നെ ഗോചരഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗോചരം, ഒട്ടുമുക്കാൽ ഫലപ്രവചനങ്ങളും ഇല്ലെങ്കിൽ ഫലങ്ങളുടെ സാധ്യത, ഇന്ന ഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഗോചരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗോചരം എന്ന് പറയുമ്പോൾ ഇന്ന് ചാരവശാൽ ശനി കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നു എന്ന് ഏവരും കേട്ട് കാണും. അപ്പോൾ ഈ ഫലങ്ങളെ നാം മനസ്സിലാക്കുന്നതിന് മുന്നേ ഗോചരഫലങ്ങളെ, ചാരവശാൽ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ യൂട്യൂബ് വീഡിയോകളെല്ലാം തന്നെ നമുക്ക് കേൾക്കാനാവും. അടിവരയിട്ട് പറയട്ടെ, ഈ ഫലങ്ങൾക്ക് പരസ്പര വിരോധമായി ഇല്ലെങ്കിൽ വിരോധമായിട്ട് തോന്നാവുന്ന, വിരോധം എന്നുള്ള വാക്ക് ശാസ്ത്രത്തിലല്ല, അതിന് വേദം എന്നൊക്കെയാണ് പറയുന്നത്. വേദം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രതീപവേദം എന്നുള്ള കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ഇന്ന് ആരും പറഞ്ഞ് കാണുന്നില്ല. അപ്പോൾ ഒരു ഗോചരഫലം നാം പറയുമ്പോൾ ഒരു ഗ്രഹത്തിന് വേദസ്ഥാനത്ത് നിൽക്കുന്ന വേറെ ഗ്രഹങ്ങളുണ്ടെങ്കിൽ നാം പറഞ്ഞ നല്ല കാര്യങ്ങൾ അവിടെ ഫലവത്താകില്ല. ഇല്ലെങ്കിൽ വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദോഷപ്രദമായ കാലഘട്ടമാണെന്നൊക്കെ പറയും. പക്ഷേ ആ ദോഷം ഒന്നും തന്നെ കാണില്ല. വെറുതെ നാം ഭയപ്പെട്ട് അതിലേക്ക് ചിന്തിച്ച് വ്യസനിച്ച് നമ്മുടെ സമയം പാഴാക്കും. ആയതിനാൽ ഗോചരഫലം കേൾക്കുമ്പോൾ, വീണ്ടും ഒന്നുകൂടി പറയാം, ഗോചരഫലങ്ങളെല്ലാം തന്നെ കേൾക്കുമ്പോൾ അത് സാമാന്യ ഫലമാണെന്നും അതിൽ ദോഷമുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് മനസ്സിനകത്ത് കയറ്റരുത്. കാരണം വേദം ഉണ്ടാകാം, ഓരോ ഗ്രഹത്തിന് അതിൻ്റേതായ വേദസ്ഥാനങ്ങളുണ്ട്, പ്രതീപവേദമുണ്ട്. ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വിസ്തരിച്ചു പോകും. അതുകൊണ്ടാവണം ഇങ്ങനെ ഫലങ്ങൾ മാത്രം ചുരുക്കി പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഏവരും ഇതൊന്ന് ഓർത്ത് വെക്കുക. ദൈവം ദുഷ്ടം ഭാഗധേയം ഭാഗ്യം സ്ത്രീ നിയതിർ വിധി എന്നാണ് പറയുന്നത്. ഇതെല്ലാം ദൈവം എന്ന് പറഞ്ഞാലും ഭാഗ്യമാണ്, ഭാഗ്യമെന്ന് പറഞ്ഞാലും വിധിയാണ്, വിധി എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നർത്ഥമുണ്ട്. അപ്പോൾ ദൈവമെന്ന് പറഞ്ഞാൽ ദൈവശബ്ദേന പ്രാക്കർമ്മേത്യർത്ഥ എന്നുണ്ട്. ഇന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ചെറിയ കാര്യം കൊണ്ട് ഈ എന്താ പറയുക, ഈ മിറാക്കിൾ, അദ്ഭുത ഫലസിദ്ധി, ഇതിലൊന്നും പോയി വീഴരുത്. ആരെയും വേദനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല. സത്കർമ്മം ചെയ്യുക, എന്തായാലും അതിൻ്റെ ഫലം ലഭിച്ചിരിക്കും, അതിൽ തർക്കമില്ല. പുണ്യേന പുണ്യം പാപേന പാപം. ഈ വിഷയം മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഇത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ ആൾക്കാർ നമുക്കറിയാം. കാലക്രമേണ എന്താണ് സംഭവിക്കുന്നത്? കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ കർമ്മഫലം അനുഭവിക്കും. ഇന്നത്തെ ലോക വ്യവഹാരം തന്നെ അങ്ങനെയല്ലേ? ലോകത്തിൽ ഒരു 5 കൊല്ലം മുമ്പേ ഒരു എന്താ പറയുക, ഒരു റൂൾ ബ്രേക്ക് ചെയ്തു. അത് വെയിറ്റ് ചെയ്ത് നമുക്കൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് പണിഷ്മെൻറ്റ് കിട്ടുന്നില്ലേ? ഇത് തന്നെയാണ്, എന്ത് കർമ്മം ചെയ്തു അതിൻ്റെ ഫലം അനുഭവിക്കും. ഇനി നമുക്ക് തുലാക്കൂറുകാർ. തുലാക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ്. ദോഷങ്ങൾ കൂടുതലായിട്ടുണ്ടാവും, പല വീഡിയോകളും കേട്ടിട്ടുണ്ടാവും.
അപ്പോൾ മാർഗ്ഗക്ലേശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, യാത്രയ്ക്ക് തടസ്സം നേരിടും, അല്ലെങ്കിൽ ലാഗാവും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, കുറച്ച് ധനനഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നിങ്ങനെ കുറച്ചൊരു ദോഷഫലങ്ങളെ പറഞ്ഞിട്ടുണ്ട്. മനക്ലേശമൊക്കെ ഉണ്ടാകും. അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, എങ്ങനെ നേരിടാം? തുലാക്കൂറുകാർ വിഷ്ണുവിനെയും ശാസ്താവിനെയും ഭജിക്കുക. മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് നാം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമുക്ക് ശബരിമല അല്ലെങ്കിൽ മലയ്ക്ക് മേലുള്ള മന്ദന് മലമേലുള്ള ശാസ്താവാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലയിലുള്ള ശബരിമല, അച്ചൻകോവിൽ, ആര്യങ്കാവ് എന്നിങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുവാൻ സാധിക്കുന്നവർ ചെയ്യുക. വീട്ടിൻ്റെ അടുത്തുള്ള ശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി ധർമ്മശാസ്ത്ര ഭജനം, ധർമ്മം തന്നെയാണ് അവിടെ തന്നെ, യഥോ ധർമ്മസ്തതോ ജയ, ധർമ്മശാസ്താവിനെ ഭജിക്കുക, ശാസ്ത്ര അഷ്ടോത്തരം ജപിക്കുക, തുളസി സമർപ്പിക്കുക. ചെറിയ കാര്യമാണ്. ശനിയാഴ്ച പാനക നിവേദ്യം ഇല്ലെങ്കിൽ നീരാഞ്ജനം യുക്തം പോലെ ചെയ്യുക. തീർച്ചയായിട്ടും അതിജീവിക്കുവാൻ സാധിക്കും. നിത്യം വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ വ്യാഴം അഷ്ടമത്തിൽ പോയാലും ശരി, 9 പോയാലും ശരി, 10 പോയാലും ശരി, ഇനി എവിടെ പോയാലും ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ, ജാതകത്തിലും കൂടി നോക്കണമല്ലോ, ദോഷഫലം ഉണ്ടെങ്കിൽ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ദോഷകാഠിന്യം വളരെയധികം കുറഞ്ഞു കിട്ടും. യാതൊരു സംശയമില്ല. 1 രൂപ ചിലവില്ല. അടുത്തത് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ഗുണം ഏറിയിരിക്കുന്ന കാലഘട്ടമാണ്. യാത്ര കൊണ്ട് നേട്ടമുണ്ടാകും. സുതാപ്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല ഫലങ്ങളാണ്. സന്താനത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. സന്താനം ആകുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് സന്താനം ലഭിക്കും എന്നിങ്ങനെ നല്ല ഫലങ്ങളാണ്. നിവൃത്തി ഉണ്ടാകും. അപ്പോൾ കുറേ കാലം കൊണ്ട് ഞാൻ ഫോറിനിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, വിസ വന്നിട്ടില്ല, വിസ വരും എന്നിങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദോഷഫലങ്ങളെ അതിജീവിക്കുവാനായി എന്തു ചെയ്യാം? ഭദ്രകാളിയെ ഭജിക്കുക. മുമ്പ് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൊവ്വ വെള്ളി പ്രധാനമാണ്. ഭദ്രകാളി അഷ്ടോത്തരം ജപിക്കുക. യുക്തം പോലെ ഭദ്രകാളിയെ നല്ലെണ്ണം ഭജിക്കുക. സിമ്പിളാണ്. വൃശ്ചികക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ത്? വീടുകളിൽ, അവരവരുടെ വീടുകളിൽ അറ്റകുറ്റപ്പണി മൂലം ധനനഷ്ടമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. എന്താ പറയുക, അറ്റകുറ്റപ്പണിക്ക് റാൻഡമായിട്ട് ആൾക്കാരെ സമീപിച്ച് ധനനഷ്ടമൊക്കെ ഉണ്ടാക്കാതെ ഒരു 4-5 സ്ഥലത്തൊന്ന് അന്വേഷിച്ച് നല്ല കോട്ടൊക്കെ എടുത്ത ശേഷം, പ്രൈസിംഗ് ഒക്കെ എടുത്ത ശേഷം ധനം ചിലവാക്കുക. നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുക എന്നിങ്ങനെ. കാരണം ജീർണിച്ച് കിടക്കുന്ന അവസ്ഥയിലുള്ള വീടുകൾ ഇല്ലെങ്കിൽ അങ്ങനെ അതുപോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ധനം ചിലവാക്കി റിപ്പയർ ചെയ്ത് എടുക്കേണ്ട ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് വീടിന് മാത്രമല്ല, വാഹനമായാലും ഇല്ലെങ്കിൽ അതിൻ്റെ മെഷീനറി, എങ്ങനെയൊക്കെ ആ ഒരു എക്യുപ്മെൻറ്റ് അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. പ്രത്യേകിച്ച് വാഹനം, വീട് ഇത്യാദികൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഇനി ധനുക്കൂർ. ധനുക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ്. ശനിയെക്കൊണ്ട് ദോഷം പറയാൻ പറ്റില്ല. 3-ൽ ശനി സഞ്ചരിക്കുന്നു. പക്ഷേ വ്യാഴം 6-ൽ പോവുകയാണ്. 4-ൽ രാഹുവൊക്കെ ഉണ്ട്. എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? ശത്രുബാധയാണ് പറയാനുള്ളത്. അപ്പോൾ ശത്രുക്കൾ എന്ന് പറയുമ്പം ഇനി ബന്ധുക്കൾ ഉണ്ടാകുമോ? ഉണ്ടാവാം. കൂടെയുള്ളവർ ശത്രുക്കളായി പോവാനുള്ള അവസ്ഥയുണ്ട്. പരിഭവം എന്ന വാക്ക് ഉപയോഗിക്കാം. ശത്രുത്വം എന്ന് വേണ്ട. ഇനിയിപ്പോൾ ശത്രു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആളെ കൊല്ലുന്നതാണോ എന്നൊക്കെ ചിന്ത വരും. പലതരം, ഓരോ ആൾക്കും ഓരോ പെർസെപ്ഷനാണ്. എല്ലാവർക്കും വേണ്ടി ഒരു ഒറ്റ വീഡിയോയിലൂടെ ഇത്രയും ആൾക്കാർക്ക് അവരവർക്ക് ഉതകുന്ന രീതിയിൽ ഒരു വാക്കിനെ പ്രയോഗിക്കുക അത്യധികം ദുർഘടമാണ്. അപ്പോൾ എങ്കിലും ശ്രമിക്കുകയാണ്. ശത്രു എന്നുള്ള വാക്ക് വിട്ടേക്കാം. നമുക്ക് പരിഭവം എന്ന് ഉപയോഗിക്കാം. ആൾക്കാരുമായിട്ട് പരിഭവത്തിലാകാനും സ്വല്പം സ്വരച്ചേർച്ച, ഒരു അകൽച്ചയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. വേറൊരു കാര്യം, സ്വന്തം ജനങ്ങൾ തന്നെ, നമ്മുടെ ബന്ധുക്കൾ തന്നെ നമ്മളെ തള്ളിപ്പറയേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകാം.
അതിപ്പോൾ എല്ലാ രാശിക്കാർക്കും ഉണ്ടാകാമല്ലോ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഫലം പറഞ്ഞിട്ടുള്ളതിനാൽ പറയുന്നതാണ്. എങ്കിലും ശനി നമുക്ക് നല്ല സപ്പോർട്ടിലുണ്ട്. മനക്ലേശത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ നല്ലവണ്ണം ആലോചിച്ച് ഉപയോഗിക്കുക. ധനുക്കൂറുകാർക്ക് ദോഷഫലങ്ങളെ അതിജീവിക്കുവാനായി വിഷ്ണു നരസിംഹമൂർത്തി. ആദ്യം പറഞ്ഞിട്ടുള്ളതുപോലെ വിഷ്ണുവിനെ ഭജിക്കുക, നരസിംഹമൂർത്തിയെ ഭജിക്കുക, ഉഗ്രം വീരം മഹാവിഷ്ണു എന്ന ശ്ലോകം ജപിക്കുക. ഇനി അതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മകരക്കൂറിലേക്ക് കടക്കാം. മകരക്കൂറുകാർക്ക് 7.5 ശനിയുടെ അവസാന കാലഘട്ടമാണ്. 6.5 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഇനി 1 കൊല്ലം കൂടിയേ ഉള്ളൂ. 25-ൽ ശനി മാറുന്നു, 7.5 ശനി തീരുകയാണ്. അവസാനത്തെ 1 കൊല്ലം നടക്കുകയാണ്. വ്യാഴം അനുകൂല രാശിയിലേക്ക് ചാരവശാൽ മാറുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. ഗുണഫലം ഉണ്ട്, പ്രമോഷനുണ്ട്, സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കമുണ്ട്. അപ്പോൾ പുതിയ പ്രോജക്ട്സ് എന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. രാജാനുകൂല്യം പറയുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. എന്നിങ്ങനെ പൊതുവേ ഒരു ഗുണകരമായിട്ടുള്ള കാലഘട്ടത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രൊമോഷൻ ലഭിക്കും, പ്രോഗ്രഷനാണ്, വീണ്ടും സന്താന ഭാഗ്യമുണ്ടാകും എന്നിങ്ങനെ നല്ല ഫലങ്ങളാണ്. അപ്പോൾ പേടിക്കേണ്ടതില്ല, അത്രയ്ക്കൊന്നും പേടിക്കേണ്ടതില്ല. ദോഷഫലങ്ങളെ അതിജീവിക്കുവാനായിട്ട് മകരക്കൂറുകാർ കിരാത ശിവനെ കൂട്ടുപിടിക്കുക. ശിവഭജനം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അങ്ങ് ചെയ്യുക. കിരാത ശിവനെ ഭജിക്കുക, ശിവനെ ഭജിക്കുക. പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ ശിവനെ ഭജിക്കുക. ഇനി കുംഭക്കൂറുകാർ. കുംഭക്കൂറുകാർക്ക് 7.5 ശനിയുടെ മധ്യമ കാലഘട്ടം 2.5 വർഷം കഴിഞ്ഞു. നടുവിലത്തെ 2.5 കൊല്ലം നടക്കുകയാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ദോഷഫലങ്ങളുണ്ട്. അവിചാരിതമായി ബന്ധുക്കളുമായിട്ട് വാഗ്വാദത്തിലേർപ്പെട്ട് മനസ്സ് ക്ലേശിക്കേണ്ടി വരാം. സാധ്യത വളരെ കൂടുതലാണ്. ചതുഷ്പാദ് ഭയം എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 മൃഗങ്ങളിൽ നിന്നുള്ള ഭയം. ഇനിയിപ്പോൾ ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് നായ്ക്കളില്ല, ഇല്ലെങ്കിൽ 4 മൃഗങ്ങളൊന്നും ഇല്ലല്ലോ, ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കരുത്. 4 എന്ന് പറയുമ്പോൾ ഇന്ന് വാഹനങ്ങളെല്ലാം ഉൾപ്പെടും അതിനകത്ത്. അപ്പോൾ അത് സൂക്ഷിച്ച് ഓടിക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. മനക്ലേശമാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും സത്കർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ദോഷഫലങ്ങളെ അതിജീവിക്കുവാനായിട്ട്, നേരിടുവാനായിട്ട് ഏത് ദേവനെ ഭജിക്കണം? ശിവനെ ഭജിക്കുക, ശാസ്താവിനെ ഭജിക്കുക, മഹാലക്ഷ്മിയെ ഭജിക്കുക. പിന്നെ മഹാലക്ഷ്മിയെക്കുറിച്ച് പറയേണ്ടി വരും. മഹാലക്ഷ്മി വെള്ളിയാഴ്ച പ്രധാനമാണ്. മഹാലക്ഷ്മി അഷ്ടോത്തരം, മഹാലക്ഷ്മി അഷ്ടകം ഇതൊക്കെ ജപിക്കാം. വിളക്ക് പൂജ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സമ്പ്രദായം നമ്മുടെ സമുദായങ്ങളിൽ ഉണ്ട്. അതിന്ന് തുലോം തുച്ഛമായി പോയിട്ടുണ്ട്. വിളക്ക് പൂജ, വിളക്കിൽ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് വെള്ളിയാഴ്ച തോറും കുറച്ച് തെറ്റി തുളസി കൊണ്ട് അർച്ചന നടത്തി പാലോ പഴമോ എന്തെങ്കിലുമൊക്കെ ഒരു നേദ്യ വസ്തു വീട്ടിൽ തന്നെ ചെയ്യുക. നല്ല ഒരു ഫലമാണ്. വീട് ഐശ്വര്യപൂർണമാകും എന്നുള്ളതിൽ തർക്കമില്ല. അവസാനമായി മീനം രാശി, മീനക്കൂറുകാർ. മീനക്കൂറുകാർക്ക് ഏവർക്കും അറിയാം, 7.5 ശനി തുടങ്ങിയിട്ടേ ഉള്ളൂ. 1 കൊല്ലം ആവുന്നു. 12-ൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. 3-ൽ വ്യാഴം പോകും. മനസ്സ് നല്ല ടെൻഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. സ്ട്രെസ്ഫുള്ളായി പോകാനുള്ള സാധ്യതയുണ്ട്. ഒബ്സ്റ്റാക്കിൾസ് ഉണ്ട്. സഹായം ലഭിക്കാതെ വരാം എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദോഷഫലമാണെന്ന് മനസ്സിലായി. ഇടയ്ക്ക് ഗുണഫലങ്ങളുണ്ട്. മറ്റ് ഗ്രഹങ്ങൾ ചൊവ്വ, ശുക്രൻ ഇത്യാദി ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് കുറച്ചൊരു ശുഭഫലമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നിരുന്നാലും സാമാന്യമായിട്ടും ദോഷഫലമായിട്ടുള്ള കാലഘട്ടമാണ്. മീനക്കൂറുകാർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുവാനായിട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത കുറയുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചൊരു കാര്യം
ചെയ്യുന്നു, അതിനുള്ള സാധ്യത കുറയുന്നു. ഇല്ലെങ്കിൽ അത് ലാഗായി പോകുന്നു. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങളിലൊന്നും ഈ ഒരു ഫലത്തെ ആരോപിക്കരുത്. ദൈനംദിന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കയ്യിലുള്ളതാണ്. ദോഷഫലങ്ങളെ നേരിടുവാനായിട്ട് ഇവിടെ ദേവതകളെ പറയുന്നുണ്ട്. അത് നമുക്ക് പ്രാർത്ഥിച്ച് ദേവനെ പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നിരുന്നാലും മനസ്സിൽ വെക്കേണ്ടത് ലാഗാകും, സമയമെടുക്കും, മാനസികമായിട്ട് ടെൻഷനുണ്ട്, എന്താ പറയുക, തടസ്സമുണ്ട് എന്ന് മനസ്സിലാക്കുക. കാര്യ തടസ്സം എന്നുള്ളൊരു ഒറ്റ വാക്ക് മതി മീനക്കൂറുകാർക്ക് നമുക്ക് ഈ വർഷം ആ ഫലത്തെ അന്വയിക്കാൻ പറ്റും. ഒരു കാര്യം കൂടി, മീനക്കൂറുകാർക്ക് കാര്യാന്തരായം രുക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ ഈ അസുഖം തുടങ്ങുമ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇൻഫർമേഷൻ ഇവിടെ ഷെയർ ചെയ്യുന്നു. പനി വന്നാൽ പോലും ഉടനെ തന്നെ ഡോക്ടറെ കാണുക, വൈദ്യനെ കാണുക. ഉദ്ദേശിച്ചത് വൈദ്യനാണ്. ഏവർക്കും ഡോക്ടർ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. ശാസ്ത്രത്തിൽ വൈദ്യനാണ്. വൈദ്യനെ കാണിക്കുക. യുക്തം പോലെയാണ് ഇംഗ്ലീഷ് മെഡിസിൻ സ്വീകരിക്കുന്നവർ ഡോക്ടറെ കാണുക, ആയുർവേദം സ്വീകരിക്കുന്നവർ വൈദ്യനെ കാണുക. പരിഹാരം എന്താണ് മീനക്കൂറുകാർക്ക്? ശിവൻ ശാസ്താവ്, ഏഴരശനി നടക്കുകയാണ്, ശിവനും ശാസ്താവും. ഒരു ദേവത കൂടിയുണ്ട്, ഹനുമാൻ. ഹനുമാനെ ഭജിക്കുക. അപ്പോൾ ഹനുമാനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ രാമഭജനം ആവശ്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് നാം ഹനുമാൻ്റെ ശ്ലോകങ്ങൾ ജപിക്കാൻ പോകുന്നു. ആദ്യം കുറേ രാമനാമം ജപിക്കുക. രാമ 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 എന്ന് പറഞ്ഞ് ജപിക്കുക. എത്രയെത്ര രഘുനാഥ കീർത്തനം എന്ന് പറഞ്ഞു, ഏവർക്കും അറിയാം. ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ രാമനാമമുള്ള സ്ഥലത്തെല്ലാം ഹനുമാൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹനുമാൻ്റെ അഷ്ടോത്തരം ജപിക്കാം. ഹനുമാൻ്റെ ശ്ലോകങ്ങളെല്ലാം ഒരുപാടുണ്ട്. ഹനുമാനെ ഭജിക്കുക. നല്ല ബലം കിട്ടും, ധൈര്യം കിട്ടും. ഈ വർഷമൊക്കെ പുഷ്പമായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ ഒരു ധൈര്യ സംഭരണത്തിന് വേണ്ടിയിട്ടാണ്. ഹനുമാന് ഇഷ്ട വഴിപാട് വെറ്റില മാല, തുളസി മാല, വെണ്ണ നിവേദ്യം, അവിൽ നിവേദ്യം എന്നിങ്ങനെ ദേശാചാരം അനുസരിച്ച് വ്യത്യാസപ്പെടാറുണ്ട്. ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കുകയാണ്. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഇത് മനസ്സിലാക്കാതെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കർമ്മഫലം ആൾറെഡി നമ്മളെല്ലാവരും, ഞാനടക്കം നിങ്ങളെക്കാളും ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെ കുറയ്ക്കുവാനുള്ള ചിന്ത, അതാണ് നാം എപ്പോഴും അതിനെക്കുറിച്ച് മനനം ചെയ്യുക. എങ്ങനെ ആ കർമ്മഫലത്തെ, ദുഷ്കർമ്മഫലത്തെ കുറയ്ക്കാം എന്നുള്ളത്. ഇവിടെ പറഞ്ഞത് ഫലങ്ങളല്ല, ദോഷഫലങ്ങളെ അതിജീവിക്കുവാനുള്ള ഉപായത്തെ ആണ് പറഞ്ഞത്. കാരണം നമുക്കതാണ് വേണ്ടത്. കാരണം നല്ല ഫലങ്ങൾ വരുമ്പോൾ അതിനെ സ്വയം നമ്മൾ അംഗീകരിക്കുകയാണ്. ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. ദുഃഖം വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം, എങ്ങനെ അതിനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ഓരോ ഫലത്തിനും വേദം, പ്രതീപവേദം എന്നിങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ചിലപ്പം വേദം കാരണം ആ ദോഷഫലങ്ങൾ വരത്തേയില്ല. വെറുതെ ടെൻഷൻ അടിച്ച് സമയം കളയരുത്. ഈ ഒരു വിഷയം മനസ്സിൽ വെച്ചേക്കുക. സാമാന്യേന മനസ്സിലാക്കാവുന്നതാണ് ഈ ഗോചര ഫലങ്ങളെല്ലാം തന്നെ. ഏവർക്കും നമസ്കാരം, നന്ദി.